എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പിയെ ഒരു പുത്തൻ രുചിയിൽ നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ഉള്ളിൽ നല്ല ക്രീമി ആയിട്ടുള്ള ഒരു ഫില്ലിംഗ് ഒക്കെ വന്നിട്ടുള്ള ഒരു സ്നാക്സ് ആണ്. ക്രീമി ഫില്ലിംഗ് ആണെങ്കിൽ അത്യാവശ്യം നല്ല എരിവുള്ള ഒരു ഫില്ലിംഗ് തന്നെയാണ് കേട്ടോ. അപ്പോൾ പുറമേ നല്ല പഞ്ഞി പോലെയുള്ള ഈ ഒരു സ്നാക്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. കൂടാതെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഒരു ചാനൽ ഇതുവരെയായിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത്. ഈ ഒരു സ്നാക്സിൻ്റെ ഫില്ലിങ്ങിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു 200 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ചിക്കൻ ബ്രസ്റ്റ് നല്ലപോലെ തന്നെ ക്ലീൻ ചെയ്ത് കഴുകേണ്ട വെള്ളമൊക്കെ തുറന്നിരിക്കുകയാണ്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാലയും 1/2 ടീസ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ അളവിൽ നമുക്കിതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കാം. തൈരിന് പകരമായിട്ട് ഒരു 1.5 ടീസ്പൂൺ നാരങ്ങാനീര് ചേർത്ത് കൊടുത്താലും മതി. എന്നിട്ട് ഇവയെല്ലാം കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു അരമണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു മാവ് നമുക്ക് റെഡിയാക്കിയിട്ട് എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു 2 കപ്പ് അളവിൽ ഞാൻ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഒരു പൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു 1.5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതൊരു 3/4 ടീസ്പൂൺ അളവിൽ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണ് കേട്ടോ. ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിൽ മാത്രം നമ്മൾ ഇതുപോലെ പൊടിയിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ അളവിൽ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യ് ഉപയോഗിക്കാത്തവരാണെങ്കിൽ ഓയിൽ ചേർത്ത് കൊടുത്താലും മതി. ഒരു കോഴിമുട്ടയും കൂടി ഇതുപോലെ പൊട്ടിച്ചൂറ്റിയിട്ട് നമുക്ക് നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്കിത് കുഴച്ചെടുക്കേണ്ടത് ഇളം ചൂടുള്ള പാലിലോ അല്ലെങ്കിൽ ഇളം ചൂടുള്ള വെള്ളത്തിലോ ആണ്. ഒരു ഇളം ചൂടുള്ള പാൽ ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മയത്തിൽ നല്ല സോഫ്റ്റ് ആക്കി ഈ ഒരു മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ടെടുക്കാം. ഒരുപാട് പാല് കൂടി പോവാതെ കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല മയത്തിലൊന്ന് കുഴച്ചെടുത്താൽ മതി. കുഴക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് നെയ്യ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാവ് നമ്മൾ ഇതുപോലെ തന്നെ നല്ല മയത്തിൽ കുഴച്ചിട്ടെടുക്കണേ. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും കൂടെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു മാവ് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഒരു നനഞ്ഞൊരു തുണി കൊണ്ടോ ഇതുപോലൊരു ക്ലിംഗ് റാപ്പോ വെച്ച് നമുക്കൊന്ന് കവർ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് കവർ ചെയ്തിട്ട് ഇതൊരു 1 മണിക്കൂർ നേരത്തേക്ക് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴത്തേക്ക് ഒരു മാവ് നല്ല ഡബിളായിട്ട് നമുക്ക് കിട്ടും. ചിക്കന് നമ്മൾ ഒരു മസാലയൊക്കെ പുരട്ടി വെച്ചിട്ട് ഒരു അരമണിക്കൂറോളം ആയിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. ചിക്കൻ ബ്രസ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിതങ്ങ് വെന്ത് കിട്ടും. ഒരു സൈഡ് നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വരുമ്പോഴത്തേക്കും ഇതുപോലെ ഇളക്കി കൊടുത്തിട്ട് തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. നന്നായിട്ട് ഇതുപോലെ ഇളക്കി കൊടുത്ത് ഇതുപോലെ ചിക്കൻ ഒന്ന് നല്ല പോലെ തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തേക്കാം. ഇനി ഈ ഒരു പാനിലേക്ക് നമുക്കൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് തീയെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്ക് ആ ഒരു ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് എടുക്കാം. തീ നമ്മൾ കൂട്ടിയിട്ട് കൊടുത്താൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബട്ടർ അങ്ങ് കരിഞ്ഞു പോകും. 2 ടേബിൾ സ്പൂൺ ബട്ടർ ഇതുപോലെ ചേർത്ത് കൊടുത്ത് നല്ല പോലെ തന്നെ ഒന്ന് മെൽറ്റായി വരുമ്പോഴത്തേക്കും ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതൊരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ മൈദയാണ്. നമ്മൾ സാധാരണ വൈറ്റ് സോസ് പാസ്തയൊക്കെ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാക്കത്തില്ല, അതുപോലെ തന്നെ നമ്മളൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ ഈ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മൈദ ചേർത്ത് കൊടുത്തിട്ട് തീ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തിട്ട് തന്നെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ആ ഒരു ബട്ടറിൽ കിടന്ന ഒരു മൈദയുടെ ഒരു പച്ച ചൊവയൊന്ന് മാറിയതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് 1 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിൽ ഇരിക്കുന്ന പാല് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കണേ. 1 കപ്പ് നമ്മൾ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കരുത്. ഒരു 3 തവണയായിട്ട് ഇതുപോലെ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പാൽ ഇതുപോലെ ചേർത്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ നിന്ന് കുറച്ചുകൊണ്ട് തീ കൂട്ടി വെക്കാം. ഒരുപാട് തീ കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ഫ്ലെയിമിൽ നിന്ന് തീ കുറച്ച് മാത്രം കുറച്ച് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് പൊടിയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ഒന്നും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ നമുക്ക് എത്രത്തോളം എരിവ് വേണോ അതിനനുസരിച്ച് നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ചെറിയതായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കുരുമുളക് പൊടിയും ചേർത്ത് നല്ല പോലെ തന്നെ ഇതുപോലെ ഇളക്കിയതിന് ശേഷം ഇതുപോലെ നമ്മൾ പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതൊരുപാട് അങ്ങ് കുറുകി പോയതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി പാലൊഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കാവുന്നതാണ്. ഇനി തീയെ നല്ല പോലെ തന്നെ കുറച്ച് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ചിക്കൻ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. ഇതൊരു 2 ടേബിൾ സ്പൂൺ അളവിൽ ഗ്രീൻ കളറിലുള്ള ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താണ്. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതൊരു റെഡ് കളറിലുള്ള ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ കട്ട് ചെയ്തെടുത്താണ് കേട്ടോ. അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇത് നമ്മുടെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഈ ഒരു റെഡ് കളറ്.
1 ടേബിൾ സ്പൂൺ അളവിൽ തക്കാളി കട്ട് ചെയ്തതാണ് കേട്ടോ ഇത്. തക്കാളി നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കുരു ആ ഒരു വെള്ളവും കളഞ്ഞിട്ട് വേണം കട്ട് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ഇതൊരു 1.5 ടേബിൾ സ്പൂണോളം ക്യാരറ്റ് ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താണ്, അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അളവിൽ സ്പ്രിംഗ് ഓനിയൻ ആണിത്, അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് നല്ലപോലെ തന്നെ നമുക്കൊന്ന് ഇളക്കിയിട്ട് എടുക്കാം. ഈ ഒരു സമയത്ത് ഇതിൻ്റെ എരിവ് നോക്കിയിട്ട് നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുക്കാനാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടി ഒരു കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇത് ഒരുപാട് അങ്ങ് കുറുകി അങ്ങ് പോവരുത്, ഒരുപാട് അങ്ങ് ലൂസായിട്ടും പോവരുത്. ഒരുപാട് ഇതങ്ങ് ലൂസായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഫില്ലിങ് വെച്ച് കൊടുക്കുന്ന സമയത്ത് അതങ്ങ് ഒഴുകി അങ്ങ് പോകും. അപ്പോൾ അത്യാവശ്യം ഇതുപോലെ ഈ ഒരു കട്ടിക്ക് വേണം നമ്മൾ ഇതുപോലെ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നല്ല സ്പൈസിയും ക്രീമി ആയിട്ടുള്ള ഒരു ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂറോളം ആയിട്ടുണ്ട് കേട്ടോ. നല്ല പോലെ തന്നെ പൊങ്ങി കിട്ടിയിട്ടുണ്ട്. കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് ഈ ഒരു മാവ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു മാവ് ഇതുപോലെ ഒരു 2 ബോൾസാക്കി എടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ കൈ കൊണ്ടൊന്ന് ഉരുട്ടിയിട്ടെടുക്കുക. ഇനി ഒരു കൗണ്ടർ ടോപ്പിലോ ഒരു ചപ്പാത്തി പലകയിലോ കുറച്ച് പൊടി നമുക്ക് ഇതുപോലെ ഒന്ന് തൂക്കി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു മാവ് നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയിട്ടെടുക്കാം കേട്ടോ. ഒരുപാട് അങ്ങ് നൈസായിട്ട് പോവുകയും ചെയ്യരുത്, ഒരുപാട് കട്ടി ആകാൻ പാടില്ല ഈ ഒരു മാവ്. ഇതിപ്പോൾ കണ്ടില്ല, ഈ ഒരു കട്ടിക്ക് വേണം കേട്ടോ നമ്മൾ മാവ് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ നമ്മൾ പരത്തിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ഒരു സൈഡെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതൊരു സ്ക്വയർ ആക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതുപോലെ 2 ആയിട്ട് വീണ്ടും ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് ഇത് ഓരോന്നിൻ്റെയും സെൻറ്ററിൽ നിന്ന് ഇതുപോലെ താഴോട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് നമ്മൾ വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരുപാടായി പോവരുത്, ഒരു 1.5 ടീസ്പൂൺ മാത്രമേ ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാവുള്ളൂ. ഫില്ലിങ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ് വറ്റൽമുളക് പൊടിച്ചെടുത്താണ്, അത് ഇതുപോലെ ഒന്ന് കുറച്ച് വതറി കൊടുക്കാം. എന്നിട്ട് ഈ ഒരു ഫില്ലിങ് വെച്ചിട്ടുള്ള ഈ ഒരു മാവ് ഇതുപോലെ മടക്കി ഇതുപോലെ എടുത്തിട്ട് ഈ ഒരു സൈഡെല്ലാം നല്ല പോലെ തന്നെ ഒട്ടിച്ചൊന്ന് കൊടുക്കണേ. സൈഡെല്ലാം നന്നായിട്ട് ഒട്ടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ഇതുപോലെ വീണ്ടും ഇങ്ങോട്ട് മടക്കാവുള്ളൂ. സൈഡ് നന്നായിട്ട് ഒട്ടിയില്ലെങ്കിൽ നമ്മളിത് എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഒരു ഫില്ലിങ് പുറത്തേക്ക് വരുന്നതായിരിക്കും. ഇതുപോലെ ഒരു 2 സൈഡ് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം വീണ്ടും ഇതുപോലെ ഒന്ന് മടക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഈ ഒരു അറ്റവും കൂടി ചേർത്ത് നന്നായിട്ട് മടക്കി ഇതുപോലെ ഒന്ന് എടുത്താൽ മതി. ഇതിപ്പോൾ ഇതുപോലെ ഈ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തിട്ടെടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഈസി ആയിട്ടുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് ചെയ്തിട്ടെടുക്കാനാണ്. കുറച്ച് മാവ് എടുത്തിട്ട് റൗണ്ട് ആയിട്ട് പരത്തിയിട്ട് അതിലേക്ക് ഈ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താലും മതി. ഞാനിപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ചെയ്തെന്നേ ഉള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഈ ഒരു സൈഡ് പതിയെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം, അത് നന്നായിട്ട് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി എല്ലാം ഒന്ന് മടക്കിയിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഒരു മാവെല്ലാം പരത്തി കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ ഞാൻ ഇതുപോലെ ഒരു ഫില്ലിങ് വെച്ച് കൊടുത്ത് ഈ ഒരു ഷേപ്പാക്കി ഇവിടെ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യമുള്ളത്, നമ്മളിത് ഫ്രൈ ചെയ്തെടുക്കാനാണെങ്കിൽ നമ്മളിതുപോലെ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം അപ്പം തന്നെ ഇത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തിട്ട് എടുക്കേണ്ടതാണ്. പുറത്ത് നമ്മൾ വീണ്ടും വെക്കുവാണെങ്കിൽ ആ ഒരു മാവ് പിന്നെ അങ്ങനെ പൊങ്ങി വരുന്നതായിരിക്കും. അപ്പോഴത്തേക്ക് ഒരു സൈഡൊക്കെ വീണ്ടും അങ്ങ് വിട്ടുപോകും. ഓവനിൽ വെച്ചിട്ട് ബേക്ക് ചെയ്തിട്ട് എടുക്കാനാണെങ്കിൽ നമ്മളൊരു 10-15 മിനിറ്റ് വെളിയിൽ വെച്ചിട്ടൊന്ന് ബേക്ക് ചെയ്താലും കുഴപ്പമില്ല. ഓവനിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നതെങ്കിൽ ഒരു മുട്ട നല്ല പോലെ തന്നെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ തന്നെ നമുക്കിത് മൊരിഞ്ഞ് കിട്ടും. നമ്മൾ പപ്സൊക്കെ ബേക്ക് ചെയ്തിട്ട് എടുക്കത്തില്ലേ, അതുപോലെ ബേക്ക് ചെയ്തെടുത്താൽ മതി. എണ്ണയിലേക്ക് നമ്മൾ ഇടുന്നതിന് മുമ്പായിട്ട് ഇതുപോലെ ഒരു സൈഡൊക്കെ വീണ്ടും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് ഒട്ടിച്ച് കൊടുക്കുക. ഇനി നമുക്കിത് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുത്താൽ മാത്രം മതി. ഒരു മീഡിയം ചൂടായിട്ട് എടുക്കുന്ന എണ്ണയിലേക്ക് തന്നെ വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇട്ട് കൊടുക്കുന്ന സമയത്ത് എണ്ണയ്ക്ക് അത്യാവശ്യം ഒരു ചൂടുണ്ടാവണം. അതിനുശേഷം നമുക്ക് തീയൊന്ന് കുറച്ച് വെച്ച് കൊടുത്തിട്ട് ആ ഒരു മാവൊക്കെ നമുക്ക് നല്ലവണ്ണം വെന്ത് വരേണ്ടതാണ്. അപ്പോൾ ആ ഒരു മാവിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല പോലെ തന്നെ വെന്ത് വരുന്ന രീതിയിൽ ഇതുപോലെ തിരിച്ച് മറിച്ചിട്ട് കൊടുത്ത് നമ്മൾ നല്ല പോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇതുപോലെ ഈ ഒരു കളറൊക്കെ ആയി വരുമ്പോഴത്തേക്കും നമുക്കിത് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റാനാണ്. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം തന്നെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഉള്ളിൽ നല്ല ക്രീമി നല്ല സ്പൈസി ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് എല്ലാം തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങിനാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ, പുറമേ നല്ല പഞ്ഞി പോലെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു പുത്തൻ സ്നാക്സിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണേ. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ മറക്കാതെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ഒരു ലൈക്ക് ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. പുതിയതായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂട്ടത്തിലെ കാണുന്ന ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ പുതിയ റെസിപ്പികളൊക്കെ നിങ്ങൾക്ക് അപ്പം തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇൻഷാല്ലാ വീണ്ടും നമുക്ക് ഇതുപോലെ നല്ലൊരു റെസിപ്പി ആയിട്ട് കാണാം.